ഭാവി സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഏറെയും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന പതിവാണ് ഇപ്പോഴത്തെ സ്ഥിരം കാഴ്ച. ആദ്യ സമയത്ത് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് മിക്കവരും ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് വിമാനം കയറുന്നത്. ആ അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുമുണ്ട്. സ്വന്തം രാജ്യത്ത് ലഭ്യമാകുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മറ്റു രാജ്യങ്ങളിൽ നിന്ന് നേടി അവിടെ തന്നെ മെച്ചപ്പെട്ട ജോലിയും ബാക്കിയുള്ള ജീവിതവും തുടരുകയാണ് ഇപ്പോഴത്തെ തലമുറയുടെ ലക്ഷ്യവും. അടുത്തിടെ പുറത്തുവന്ന കണക്കുകളിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. അമേരിക്കയും ലണ്ടനുമൊക്കെ ആണ് കൂടുതൽ ആളുകളുടെയും സ്വപ്ന രാജ്യങ്ങൾ. മെച്ചപ്പെട്ട ജീവിത നിലവാരം, തൊഴിൽ സാധ്യത, സംസ്കാരം, സ്വാതന്ത്ര്യം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ ഈ രാജ്യങ്ങളിൽ ഉള്ളതിനാലാണ് മിക്കവരും ഇവിടങ്ങളിലേക്ക് ചേക്കേറുന്നത്. എന്നാൽ ഈ അവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചെന്ന തെളിവുകളാണ് അടുത്തിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാർ ഏറെയും ലക്ഷ്യമിട്ടിരിക്കുന്ന അമേരിക്കയുടെ അവസ്ഥ ഇപ്പോൾ മറ്റൊന്നാണ്. അമേരിക്കയിലെ ജനങ്ങളിൽ ഇപ്പോൾ നാട് വിട്ടു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് അമേരിക്കയ്ക്ക് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. അടുത്തിടെയാണ് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നത്. കേവല ഭൂരിപക്ഷം മറികടന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപ് നേടിയത്. അങ്ങനെ അമേരിക്കയിലെ ഭാവി പ്രസിഡന്റായി അദ്ദേഹം മാറി. ഇതോടെ രാജ്യത്തെ നൊമാഡ് വിസകളിലും വർധനമുണ്ടായി. ഇതിന്റെ ഫലമായി അമേരിക്കൻ ജനതയ്ക്ക് മറ്റൊരു വിദേശ രാജ്യത്ത് ഒരുപാട് കാലം ജോലി ചെയ്യാനുള്ള വിസയിൽ ഇളവും വരുത്തി. ഇതോടെ അമേരിക്കൻ ജനത യൂറോപ്പ്, കാനഡ, മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിലെ കൂടുതൽ അവസരങ്ങൾ തിരയാനും ആ രാജ്യങ്ങളിലേക്ക് കുടിയേറാനുമുള്ള തീരുമാനത്തിലെത്തിച്ചേർന്നു. അതേസമയം ട്രംപിന്റെ വിജയത്തിൽ പ്രതിഷേധിച്ച നിരവധി ആളുകളും രംഗത്ത് എത്തിയിരുന്നു. ഭാവി പ്രസിഡന്റിന്റെ ഭരണം രാജ്യത്ത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഗർഭചിത്രത്തിനുള്ള അവകാശം പൂർണ്ണമായും എടുത്തുകളയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച അമേരിക്കൻ സ്ത്രീകളും ലൈംഗിക സമരത്തിൽ നിന്ന് അണിനിരന്ന് അടുത്തിടെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. 2016 ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തി ട്രംപ് പ്രസിഡന്റ് ആയപ്പോഴേക്കും അമേരിക്കയിൽ ഈ പ്രവണത കണ്ടിരുന്നു. അന്നും ട്രംപിന്റെ വിജയം അംഗീകരിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. ഇതിന്റെ ഫലമായി രാജ്യത്ത് അമർ എക്സിറ്റ് എന്ന ട്രെൻഡ് വരെ ഉടലെടുത്തു. തന്റെ പകുതിയിലേറെ സുഹൃത്തുക്കളും അമേരിക്ക വിടാനുള്ള തീരുമാനത്തിലെത്തിയെന്ന് 48-കാരനായ ജസ്റ്റിൻ സ്നീപ്പർ പറയുന്നു. ഇയാൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്താണ് അമേരിക്കയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കുടിയേറിയത്. US സ്റ്റുഡിയോയോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവച്ചത്. അമേരിക്കൻ ജനതയുടെ ഒരു വിഭാഗം ആരോഗ്യനിലയെ അടിസ്ഥാനമാക്കിയും മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തതായും ഇയാൾ പറയുന്നു. ട്രംപിന്റെ പുതിയ നയങ്ങൾ തങ്ങളെ പൂർണ്ണമായും നിരാശയിലാക്കാം എന്ന ചിന്തയും മറ്റൊരു വിഭാഗത്തിനുണ്ട്. അമേരിക്കയിലെ രാഷ്ട്രീയ കാലാവസ്ഥയും മറ്റൊരു ഘടകം തന്നെയാണ്. അമേരിക്ക വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യാപകമായ ചർച്ചകൾ ഇപ്പോൾ റെഡിറ്റ് ഉൾപ്പെടെയുള്ള നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാവുകയാണ്. ട്രംപിന്റെ വിജയശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. കാനഡയിലേക്കും ഫിൻലൻഡിലേക്കും തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. സ്വവർഗാനുരാഗികൾ, ട്രാൻസ്ജെൻഡറുകൾ കൂടുതൽ അവകാശങ്ങൾ ലഭ്യമാകുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഭയമുണ്ട്. കഴിഞ്ഞ 30 വർഷമായി ഞാനും ഭർത്താവും അമേരിക്കയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഫലം നിരാശപ്പെടുത്തി. ഞങ്ങൾ അമേരിക്ക ഒരുപാട് ഇഷ്ടപ്പെടുന്നു, എന്നാൽ രാജ്യം വിടാനായി ബാഗ് പാക്ക് ചെയ്തിരിക്കുകയാണ്. വംശീയ സ്വേച്ഛാധിപതിയെ പോലുള്ള ട്രംപ് ഭരിക്കുന്ന ഈ നാട്ടിൽ ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗുഡ് ബൈ അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ആളുകളും കുടിയേറുന്നത് സുരക്ഷയെ തുടർന്നാണ്. അമേരിക്കൻ ട്രാൻസ്ജെൻഡറായ ഫ്രെയ വിൽസൺ രാജ്യത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില ആകുലതകൾ പങ്കുവച്ചിരുന്നു. താനും പങ്കാളിയും രാജ്യം വിട്ടു എന്നായിരുന്നു ഫ്രെയ പറഞ്ഞത്. രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന ചില നിയമങ്ങൾ ട്രാൻസ്ജെൻഡറായ തനിക്കും പങ്കാളിക്കും അനുകൂലമായിരുന്നില്ല എന്നാണ് ഫ്രെയ പറയുന്നത്. 2024 ആഗോള സുരക്ഷാ കണക്കെടുപ്പ് പുറത്തുവന്നതിൽ അമേരിക്കയുടെ സ്ഥാനം 162-ൽ 131-ാമതാണ്.